നമസ്കാരം. ഫെബ്രുവരി മാസത്തിലെ ജ്യോതിഷത്തിലെ ചാരഫലം അങ്ങനെയാണ് അതിന് പറയാം. അതായത് നമ്മൾ ജനിച്ച കൂറിനെ അടിസ്ഥാനമാക്കി ഈ മാസം നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് പൊതുവെ പറയുന്നതിനാണ് ചാരഫലം എന്ന് നമ്മൾ പറയണത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് നിങ്ങളുടെ ചന്ദ്രനെ ഏത് രാശിയിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതനുസരിച്ചിട്ടാണ് ഈ ഫലം പോവുക. ഇപ്പോൾ കാർത്തിക നക്ഷത്രമാണെങ്കിൽ അത് 2 രാശിയിലായിട്ട് വരാം. ഇപ്പോൾ കാർത്തിക കാല എന്ന് പറയുന്നത് മേടം രാശിയിൽ വരും, കാർത്തിക മുക്കാല എന്നുള്ള ഇടവം രാശിയിൽ. അപ്പോൾ അവിട്ടം, ഉത്രാടം, ഇങ്ങനെ പുണർദം, ഇങ്ങനെയുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും അങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ അതുകൊണ്ട് ജാതകം നോക്കി ജാതകത്തിൽ ചന്ദ്രനെ എവിടെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ഏത് രാശിയിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് നോക്കുക. അതാണ് നിങ്ങളുടെ കൂറ്. ഇത് കൂറിനെ അടിസ്ഥാനമാക്കി പറയുന്ന ഫലമാണ്. അശ്വതി, ഭരണി, കാർത്തിക കാല് മേടക്കൂറാണ്, ആദ്യത്തെ മേടക്കൂറാണ്. അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫെബ്രുവരി മാസത്തിൽ 2 ഗ്രഹങ്ങൾക്കാണ് മാറ്റം സംഭവിക്കുന്നത്. ഒന്ന് ശുക്രനും മറ്റൊന്ന് ചൊവ്വയ്ക്കും. ഏതാണ്ട് ഒരു ഫെബ്രുവരി 5-ാം തീയതി, അതായത് മകരമാസം 22 കൂടിയാണ് ചൊവ്വയുടെ മാറ്റം. ഫെബ്രുവരി 11 മകരം 28 ശുക്രൻ്റെ മാറ്റം. അത് ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് ഈ 2 ഗ്രഹങ്ങൾ മാറുന്നു. ബാക്കി ഗ്രഹങ്ങൾക്കൊന്നും തന്നെ ഈ മാസം ഫെബ്രുവരി മാസം മാറ്റം ഒന്നും ഇല്ല. ഇതെല്ലാം പ്രാഥമികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ജ്യോതിഷത്തിൻ്റെ ഫലങ്ങൾ കേൾക്കുമ്പോൾ. പൊതുവെ മേടം രാശി ഒരു സമ്മിശ്രമായ ഫലമാണ് ഉള്ളത്. ഈ അശ്വതി, ഭരണി, കാർത്തിക കാല് എന്നുള്ളവർക്ക് ഈ മാസം, കാരണം വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് കുറച്ച് ദുഃഖപ്രദമായ കാലഘട്ടമാണ്. എന്നാൽ ശനി 11-ൽ നിൽക്കുന്നത് കുറച്ച് നല്ല കാലവും കൂടിയാണ്. അതുകൊണ്ടാണ് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്നത്. പക്ഷെ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗുണദോഷ സമ്മിശ്രം എന്ന് നമ്മൾ പറയുന്നു എങ്കിലും അതിന് ദോഷത്തിനായിരിക്കും ആധിക്യം. കാരണം രാഹു 12-ൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഈ ഒരു രാശിക്കാർക്ക് തൊഴിൽപരമായ മേഖലയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ ഫെബ്രുവരി മാസത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ സംഭവിക്കാം. മാത്രമല്ല, ഈ വാഹനാപകടങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. വാഹന അപകടമൊക്കെ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. മറ്റൊരു ഫലം ഈ രാശിക്കാർക്കുള്ളത്, ഈ ചൊവ്വ 10-ൽ നിന്ന് ഈ മകരം രാശിയിൽ നിന്നിട്ട് ഉള്ളതുകൊണ്ട് ഈ ഏതെങ്കിലും തരത്തിലുള്ള ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുണ്ടാവാം. അതുകൊണ്ട് അതും സൂക്ഷിക്കണം. ഈ സാമ്പത്തികമായ കൊടുക്കൽ വാങ്ങൽ മേഖലകളിൽ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് അടച്ച് പോകണം. അല്ലെങ്കിൽ ഏതെങ്കിലും ജപ്തിയോ അല്ലെങ്കിൽ നോട്ടീസോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതാണ് പൊതുവേ മേടം രാശിക്കാർക്കുള്ള ഫെബ്രുവരി മാസത്തെ ഫലം. ഇനി മറ്റൊന്ന് ഇടവം രാശി, കാർത്തിക മുക്കാല, രോഹിണി, മകീരത്തിൽ അര. കുറച്ച് കാലമായിട്ട് അവർ കഷ്ടകാലം അനുഭവിക്കുന്നവരാണ്. കാരണം കണ്ടകശനിയാണ്, വ്യാഴം 12-ലാണ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാമ്പത്തിക രംഗത്തും തൊഴിൽപരമായ മേഖലകളിലും ആയിരിക്കും ഏറ്റവും അധികം ബുദ്ധിമുട്ട് അവരനുഭവിക്കുക. മാത്രമല്ല, ഇപ്പോൾ 6-ല് കേതുവും 5-ല് കേതുവും കൂടിയുള്ളതുകൊണ്ട് സന്താന സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങൾ അവരനുഭവിക്കും. സന്താനപ്രദമായ ദുഃഖങ്ങൾ, ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരിക, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാതെ വരിക, കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചിത്തസ്വഭാവത്തിലേക്ക് പോകാനുള്ളൊരു വാസന കാണിക്കുക, അങ്ങനെ സന്താനപരമായിട്ടുള്ള ദുഃഖങ്ങൾ. മറ്റൊന്ന്, എപ്പോഴും ടെൻഷൻ, ഒരു കാരണവുമില്ലാണ്ട് അല്ലാണ്ട് മനസ്സ് വിഷമിക്കുക.
മനസ്സ് വേദനിക്കുക, അങ്ങനെയുള്ള ഫലങ്ങളും കൂടി ഈ ഇടവം രാശിക്കാർക്ക് കാർത്തിക മുക്കാല് രോഹിണി ഈ മകീരത്തിലര എന്നുള്ള നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ട്. ദാമ്പത്തികമായ വിഷയത്തിലും കുറച്ച് ശ്രദ്ധിക്കണം. ദാമ്പത്തിക കലഹങ്ങൾ ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ളൊരു മാസം കൂടിയാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ശ്രദ്ധിക്കുക. അപ്പോൾ കലഹത്തിനുള്ളൊരു കലഹവാസന നമുക്കുണ്ടാകുമ്പോൾ ഇത് ഈ മാസത്തെ ഗ്രഹസ്ഥിതി കൊണ്ടാണെന്ന് മനസ്സിലാക്കി കലഹിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. മറ്റൊന്ന് മിഥുനം രാശിയുടെ ഫലം. മിഥുനം രാശി മകീരത്തിൽ അര, തിരുവാതിര, പുണർദം, മുക്കാലം. ഈ രാശിക്കാരും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി. കാരണം അഷ്ടമത്തിൽ ശുക്രനും ചൊവ്വയും നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും, നമ്മൾ ഏതൊരു കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും തടസ്സം അനുഭവപ്പെടും. അല്ലാതെ പല കാര്യങ്ങൾക്കും ആവശ്യമില്ലാത്ത തടസ്സങ്ങളും കാലതാമസങ്ങളും എല്ലാം നമ്മൾക്ക് അനുഭവപ്പെടും ഈ മിഥുനം രാശിക്കാർക്ക്. മറ്റൊന്ന്, രോഗങ്ങൾ കൂടുതലായിട്ട് കാണും. ഇപ്പോൾ വല്ല ഷുഗറോ പ്രഷറോ ഒക്കെ ഉള്ളവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ ചാരവശാൽ ശുക്രൻ അഷ്ടമത്തിലാവുമ്പോൾ ഈ വക രോഗങ്ങൾ അധികരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോഴെല്ലാം ആശുപത്രിവാസം വേണ്ടിവരാം. അതേപോലെ തന്നെയാണ് ദാമ്പത്തികമായിട്ടുള്ള കലഹങ്ങൾ അവർക്കും മിഥുനം രാശിക്കാർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം അഷ്ടമത്തിൽ ഈ ശുക്രനും ചൊവ്വയും നിൽക്കുന്നത് കൊണ്ട്. ധനപരമായ വിഷയങ്ങളിൽ അത് വലിയ ബുദ്ധിമുട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം വ്യാഴം 11-ലുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരില്ല. ഈ ശനി 9-ാം ഭാവത്തിൽ ചാരവശാൽ നിൽക്കുമ്പോൾ ആത്മീയമായ കാര്യങ്ങൾക്ക് കുറച്ചൊരു കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും തീർത്ഥയാത്രകൾ നടത്താനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല ഇപ്പോൾ ഈ രാശ്യധിപൻ ആയിട്ടുള്ള ബുധനാണെങ്കിലും അഷ്ടമത്തിലുള്ളതുകൊണ്ട് വല്ലാതെ അവിടെയും ടെൻഷനും മനോരോഗങ്ങളും അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥതകളും എല്ലാം ഉണ്ടാവാം. ചിലപ്പോൾ ഏതെങ്കിലും വിദേശവാസം, അല്ലെങ്കിൽ വിദേശവാസം എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടി നല്ല നിലയിൽ പോണത് വിദേശവാസം അല്ല, കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട പോലത്തെ ഒരു അവസ്ഥ വരിക. അതെല്ലാം ഈ മിഥുനക്കൂറുകാർ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശി പുണർദത്തിൽ കാല്, ആയില്യം, പൂരം, പുണർദം, പുണർത്തിക്കാല്, പൂയം, ആയില്യം, കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് അഷ്ടമത്തിൽ ശനി ഉള്ളത് കൊണ്ട് കുറച്ച് കാലക്കേടുണ്ട്. 10-ൽ വ്യാഴവും. അവരും കുറച്ച് നാളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. ഈ കർമ്മ മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ട് അവർക്ക് അനുഭവിക്കാം. അതുപോലെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് വരാം. മറ്റൊരു പ്രധാന കാരണം ഈ രാശിക്കാർ സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യം ഈ കർമ്മപരമായ വിഷയത്തിലാണ്. എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും അതിൻ്റെ ഒരു ഫലം കിട്ടാതെ വരിക. ഏതെങ്കിലും പ്രമോഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തടസ്സപ്പെട്ട് നിൽക്കുക. അതേപോലെ തന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എന്തെങ്കിലും നമ്മുടെ കൈപ്പഴവ് കൊണ്ട് കർമ്മത്തിൽ ഓരോരോ ദോഷം ഉണ്ടാവുക, നമ്മുടെ മേലധികാരികളുടെ കയ്യിൽ നിന്നും നമുക്ക് ശകാരം സ്വീകരിക്കേണ്ടി വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഈ രാശിക്കാർ അനുഭവിക്കുന്നതാണ്. അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ ഓരോ രാശിക്കും അതിൻ്റെ ദോഷഫലം പറഞ്ഞിട്ട് അതിനെന്ത് വഴിപാടാണെന്ന് പറയാത്തത് ഈ അവസാനം പൊതുവായിട്ട് ഉള്ള വഴിപാട് പറയാം എന്ന് കരുതിയിട്ടാണ്. കാരണം ഓരോ രാശിക്കാർക്കും പ്രത്യേകമായ വഴിപാടുകൾ ഇല്ല എന്ന് തന്നെ പറയാം. പൊതുവെ ഗ്രഹങ്ങൾ അനിഷ്ടമായിട്ട് നിൽക്കുന്ന അവസരത്തിൽ നവഗ്രഹ ശാന്തിയും അതാത് ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള ഈശ്വരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഭജനവുമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കർക്കിടകം രാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. മകം, പൂരം, ഉത്രത്തിൽ കാല്, ചിങ്ങം രാശി. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലം. കാരണം ഈ 9-ൽ വ്യാഴം നിൽക്കുന്നുണ്ട്, അത് ഗുണകരമാണ്. 7-ാം ഭാവത്തിൽ കണ്ടകശനി എന്നുള്ള
ദോഷത്തോടു കൂടി ശനി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്നത്. കാരണം ഈ ചാരഫലത്തിൽ ഏറ്റവും അധികം ഫലപ്രദാന ശേഷിയുള്ള 2 ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും. അവരങ്ങനെ മാറാണ്ട് അവിടെ നിൽക്കും. ഇപ്പോൾ വ്യാഴമാണെങ്കിൽ 1.5 വർഷം ഒരു രാശിയിൽ നിൽക്കും, ശനിയാണെങ്കിൽ ഏകദേശം 2.5 വർഷം നിൽക്കും. ഇവർ 2 പേരും ആ രാശിയിൽ അങ്ങനെ അവിടെ നിൽക്കും. ബാക്കിയുള്ള ഗ്രഹങ്ങളെ കൊണ്ട് വേണം നമുക്ക് ഈ ചാരഫലം പറയാം. അപ്പം അതുകൊണ്ട് ഈ ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. പക്ഷേ 7ാം ഭാവത്തിൽ ശനി ബലവാനായിട്ട് ദോഷപ്രദനായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കണ്ടകശനിയുടെ ദോഷം ഉണ്ടാവാം. കണ്ടകശനിയുടെ ദോഷം പ്രധാനമായിട്ടും അലച്ചിലാണ്. ഒരു സമാധാനമില്ലാണ്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അലഞ്ഞു നടക്കുക. അതേപോലെ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും വീട് പണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊമോഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ തടസ്സവും കാലതാമസവും വരും. ഈ തടസ്സം വരാനുള്ള പ്രധാന കാരണം ഈ 6ാം ഭാവത്തിൽ ചൊവ്വ, ശുക്രൻ ഈ 2 ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൂടാണ്ട് ആരോഗ്യവും വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ രോഗത്തിന് കാരണമാവുന്ന 2 ഗ്രഹങ്ങൾ 6ാം ഭാവത്തിൽ രോഗസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വല്ലാത്ത ടെൻഷൻ, ആവശ്യമില്ലാത്ത ടെൻഷനും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു കാലമാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഏതെങ്കിലും ആശുപത്രി അല്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രി മേഖലയായിട്ടോ അതല്ലെങ്കിൽ ഡിഫൻസ് പോലീസ് രംഗത്തോ എല്ലാം പ്രവർത്തിക്കുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലവും കൂടിയാണ് ഈ ഒരു കാലം. ഏതെങ്കിലും തരത്തിലുള്ള ഈ ആയുധങ്ങളെ കൊണ്ടോ അഗ്നിയെ കൊണ്ടോ അല്ലെങ്കിൽ അപകട സാധ്യതകളൊക്കെ വരാവുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ചും ഈ കൂറുകാർ ഇപ്പോൾ ഗ്രഹത്തിലാണെങ്കിലും അഗ്നി കൊണ്ടുള്ള ഭയം ഉണ്ടാവാതെ, തീ കൊണ്ടുള്ള ഭയം ഉണ്ടാവാതെ വളരെ സൂക്ഷിക്കണം. ശിവന് ധാര ഏകദേശം ഒരു 7 ദിവസമെങ്കിലും അടുപ്പിച്ച് ശിവന് ധാര നടത്തി ആ ഒരു ആപത് ശങ്ക ഒഴിവാക്കേണ്ടതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം. മാത്രമല്ല ഇപ്പോൾ ഈ പഴയ വീടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് അവരും ശ്രദ്ധിക്കണം. കാരണം വീട് ഇടിഞ്ഞു വീഴാനോ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടി ഈ ഗ്രഹങ്ങളുണ്ട്. കാരണം 6ൽ ചൊവ്വയാണ്, ഏതാണ്ട് സൂര്യനുണ്ട്. സൂര്യൻ ഈ ശനിയോടും ചൊവ്വയോടും മാറി മാറി മകരത്തിലും കുംഭത്തിലുമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ആഗ്നേയ ഗ്രഹങ്ങളുടെ യോഗമാണ് 6ലും 7ലുമായിട്ട് വരുന്നത്. കുറച്ച് സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശിവനെ തന്നെ ഭജിക്കുക എന്ന് തന്നെയാണ് ഞാൻ അതിന് പ്രത്യേകമായ ഒരു പരിഹാരം പറഞ്ഞത്. ആ രാശിക്കാർക്ക് ദോഷാധിക്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ശിവനെ ഭജിച്ച് ദോഷനിവൃത്തി വരുത്തുക. ദോഷാധിക്യമുണ്ടെന്ന് കരുതി പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിനുള്ള വഴിപാടുകളും ഈശ്വര ഉപാസനയും എല്ലാം ചെയ്ത് ആ ദോഷത്തെ തരണം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ആരും അങ്ങനെയുള്ള ഫലത്തെ ഒരു നെഗറ്റീവായിട്ട് എടുക്കണ്ട. പക്ഷെ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയില്ലേ, അങ്ങനെ ഉള്ളൊരു ഇതിൽ നമ്മൾ അതിനെ എടുത്താൽ മതി. മറ്റൊരു ഫലം വരണത്, അതായത് ഈ ചിങ്ങം രാശി കഴിഞ്ഞിട്ട് വരണ കന്നിരാശി, ഉത്രത്തിൽ 3/4, അത്തം ചിത്രയിൽ 1/2, അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക, ആദ്യത്തെ പകുതി. ഈ നക്ഷത്രക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ. കാരണം അഷ്ടമത്തിൽ വ്യാഴാണ്, 7ൽ രാഹുവാണ്, ഈ ജന്മത്തിൽ ചൊവ്വയാണ്, 6ൽ ശനിയാണ്, 5ൽ ഈ ചൊവ്വയും ശുക്രനും ഒക്കെ നിൽക്കുമ്പോൾ ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാര്യാഭർത്തൃ കലഹങ്ങൾ ഒഴിവാക്കണം. ധാരാളം കലഹങ്ങൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികൾക്ക് രോഗം ഉണ്ടാവാവുന്ന ഒരു സാഹചര്യമാണ്. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഫലം ലഭിക്കാതെ വരാം. അതേപോലെ തന്നെ ഈ കർമ്മരംഗത്ത് യാതൊരു പൗഷ്ടികമായ കാര്യങ്ങളും നടക്കാതെ വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടും. ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ വല്ലാത്ത പ്രഷറോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. കുടുംബത്തിൽ യാതൊരു സ്വസ്ഥതയും ഇല്ലാണ്ട് വരിക. കുട്ടികൾക്ക് നിരന്തരം തുടർച്ചയായിട്ട് രോഗങ്ങൾ വരിക. അതുപോലെ ഈ ചെവിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അപ്പോൾ ചെവിയെ കാണ്ട് വരുമോ അല്ലെങ്കിൽ ഈ തലചുറ്റൽ പോലെ വരിക, ചെവി സംബന്ധമായ കാര്യങ്ങൾ, അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ഈ ചൊവ്വ ശുക്രനും കൂടി 5ൽ നിൽക്കുന്നതുകൊണ്ട്
അനാവശ്യമായ ചിന്തകൾ നമുക്ക് വരാം. പ്രത്യേകിച്ചും ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലെ ചിന്തകൾ നമുക്ക് വരാം. ഏതെങ്കിലും അനാവശ്യ ബന്ധങ്ങളിലോ അനാവശ്യമായ കൂട്ടുകെട്ടുകളിലോ അനാവശ്യമായ ഈ ചൂതുകളികൾ, അതുപോലെ ഏതെങ്കിലും ചില ലോട്ടറികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്നുപെട്ട് അവനവൻ്റെ യശസ്സും അവനവൻ്റെ മാനവും ധനവും ഒക്കെ കളയാനുള്ള സാധ്യത ഈ കന്നിക്കൂറുകാർക്കുണ്ട്. അതുകൊണ്ട് കന്നിക്കൂറുകാർ ശ്രദ്ധിക്കണം. അവർ രാഹുവിന് പ്രത്യേകമായിട്ട് സർപ്പക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കണം. രാഹുവിനും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട്, കൃഷ്ണന് പാൽപ്പായസം അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിപാട് കഴിച്ച് അവരത് ആ ദോഷം നിവൃത്തി വരുത്തിക്കൊള്ളണം. കന്നിരാശിയുടെ ഫലം അതാണ്. തുലാം രാശിയും അതുപോലെ തന്നെയാണ്. ചിത്രയിൽ അര, ചോതി, വിശാഖത്തിൽ മുക്കാല്, അങ്ങനെയാണ് വരിക തുലാക്കൂറ്. പൊതുവെ അപ്പം വലിയ കഷ്ടകാലം പറയേണ്ടതായ ഒരു രാശി അല്ല ഇപ്പോൾ. കുറച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും, 6 രാഹു ഉള്ളതുകൊണ്ട്. പിന്നെ ഈ 4 ചൊവ്വ സൂര്യനൊക്കെ നിൽക്കുമ്പോൾ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാതെ വളരെ സൂക്ഷിക്കണം. ബന്ധുമിത്രാദികളുമായിട്ടും കലഹം ഉണ്ടാവരുത്. കലഹം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകണം. അതേപോലെ തന്നെ ഈ വാഹനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കണം. വാഹനം കൈകാര്യം ചെയ്യുന്നവർ മാത്രമല്ല, ഈ നാൽക്കാലികളുമായിട്ട് ഇടപഴകുന്നവർ ശ്രദ്ധിക്കണം. ഇപ്പോൾ പശുവിനെ കെട്ടാൻ പോവുക, അപ്പോൾ പശു കുത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വളർത്തുന്ന ഒരു നായയാണെങ്കിലും ആ നായ കടിക്കുക, അങ്ങനെ നാൽക്കാലികളിൽ നിന്നും ഒരു ഭീതി ഉണ്ടാവാൻ ഈ തുലാം രാശിക്കാർക്ക് ഇപ്പോൾ സാധ്യതയുള്ള സമയമാണ്. അതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അവരുടെ കർമ്മരംഗത്തോ അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തികമായ മേഖലകളിലൊന്നും വലിയൊരു കുഴപ്പം ഇപ്പോൾ ഇല്ല. പൊതുവെ നോക്കിയാൽ ഗ്രഹസ്ഥിതി വലിയ അനിഷ്ടമല്ല. കാരണം നമ്മളിത് ഈ ഗ്രഹസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ 12 രാശികളിലായിട്ട് 9 ഗ്രഹങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും 2-3 ഗ്രഹങ്ങളൊക്കെ എപ്പോഴും പ്രതികൂലമായിരിക്കും. എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതി ഒരിക്കലും വരില്ല. അങ്ങനെയാണല്ലോ അതിൻ്റെ കണക്ക്. അതിൽ ഗൗരവമായിട്ടുള്ള ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ഒരു പ്രാതികൂല സ്ഥിതി വരുമ്പോഴാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തുലാം രാശിക്കാർക്ക് അങ്ങനെ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ആരോഗ്യപരമായ കാര്യങ്ങളിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റൊന്ന് വിശാഖത്തിൽ കാലം, അനിഴം, തൃക്കേട്ട, വൃശ്ചിക കൂറാണ്. ദയവ് ചെയ്ത് ഈ രാശിക്കാരെ ഈ സമയത്ത് ദേഷ്യം കുറച്ച് കുറയ്ക്കണം. വളരെയധികം മുൻകോപം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസം. മാത്രമല്ല ദൈവാധീനത്തിൻ്റെ കുറവും ഉണ്ടാവാം. ഇപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ മടി തോന്നുക, ദൈവികമായ ഏതെങ്കിലും കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ ഒരു മടി തോന്നുക, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യാൻ മടി തോന്നുക, അതുകൂടാതെ വല്ലാതെ അലസത ഉണ്ടാവുക, ഒന്നും ചെയ്യാൻ തോന്നാണ്ടിരിക്കുക, ഇതൊക്കെ ഈ ഒരു വൃശ്ചികം രാശിയുടെ ഫലമാണ്. അതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് കുറേയും കൂടി ഉന്മേഷത്തോടു കൂടിയൊക്കെ അവനവൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടതാണ്. വ്യാഴം 6-ലായതുകൊണ്ട് ഈശ്വര അനുഗ്രഹം കുറവുണ്ടാവും. അപ്പോൾ ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകമായ ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഒക്കെ നാമജപങ്ങളും ഒക്കെ ഈ രാശിക്കാരെ നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് കണ്ടകശനി 4-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ഈ രാശിക്കാരെ കുറേ കാലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ശാസ്താവിനെ ഭജിക്കുക, അല്ലെങ്കിൽ ഹനുമാനെ ഭജിക്കുക, ശാസ്താവിന് വഴിപാട് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ഈ രാശിക്കാർ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ നിരാശ വല്ലാതെ ബാധിക്കാം. 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കാരണവുമില്ലാണ്ട് നിരാശ ബാധിക്കുക, അതേപോലെ വല്ലാണ്ട് ദേഷ്യം വരിക, അതേപോലെ തന്നെ അനാവശ്യമായ ചിന്തകൾ, വേണ്ടി വന്നൊന്ന് ആത്മഹത്യ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ വെറുതെ ഇങ്ങനെ തോന്നുക, ഡിപ്രഷനിലേക്ക് പോകണ്ടോയെന്ന് തോന്നുക, ഇതൊക്കെ ഈ രാശിക്കാർ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വൃശ്ചികം രാശിക്കാരും വളരെ ജാഗ്രതയോടെ ഈ ഒരു ഫെബ്രുവരി മാസം ജീവിക്കണം. വേണ്ടതായ ഈശ്വരീയമായ കാര്യങ്ങൾ അവർ ചെയ്യണം. അടുത്തത് ധനുരാശി അഥവാ ധനുക്കൂറാണ്. ഉത്രാടം ആണ് അതിൽ ഒരു നക്ഷത്രമായിട്ട് വരുന്നത്. മൂലം, പൂരാടം, ഉത്രാടം
ഉത്രാടത്തിൻ്റെ പകുതി അപ്പുറത്തേക്ക് മകരം രാശിയിലേക്ക് കൂടി പോകും. കാൽഭാഗമാണ് ധനുരാശിയിലേക്ക് വരണത്. അപ്പോൾ ധനു രാശിക്കാർക്ക് പൊതുവെ ഈ മൂലം, പുരാടം, ഉത്രാടം അവർക്ക് വലിയ ദോഷമൊന്നും ഇപ്പോൾ ഉള്ളൊരു സമയമൊന്നുമല്ല. നമ്മൾ ദോഷം നോക്കി പറഞ്ഞാൽ ദോഷം മാത്രമേ നമുക്ക് പറയാനുണ്ടാവുള്ളൂ, നല്ലതും നമ്മൾ പറയണ്ടേ. ഗ്രഹേശ്വരന്മാരെ അനുകൂലമായ ഭാവത്തിൽ നിൽക്കുമ്പോൾ അതും നമ്മൾ പറയണം. അപ്പോൾ ധനുരാശിക്ക് അത്ര ദോഷമായിട്ടുള്ള സമയം ഒന്നും അല്ല. 5 വ്യാഴമുണ്ട്, 3 ശനി. ഈ ചാരവശാൽ 2 ഈ ശുക്രനും ചൊവ്വയും വരണോണ്ട് അനാവശ്യമായ പണത്തിൻ്റെ ചെലവ് ഈ സമയത്തുണ്ടാവും. എങ്ങനെ എവിടുന്നാ പൈസ വരണേ അതിനിരട്ടിയായിട്ട് പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കയ്യിൽ പൈസ ഉണ്ടാവുകയും പൈസ നിൽക്കില്ല. അങ്ങനൊരു സമയമാണ് വരണത്. അതായത് വരവിനേക്കാളധികം ചെലവ് അധികരിക്കുന്ന ഒരു സമയം. അതുകൊണ്ട് വേണ്ടതായ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. ലക്ഷ്മി ഭഗവതിയെ ഒക്കെ വിചാരിക്കണം. വേണ്ടതായിട്ടുള്ള നാമജപവും കാര്യങ്ങളും എല്ലാം വേണം. 4 രാഹു ഉള്ളതുകൊണ്ട് ഈ കുറച്ച് സർപ്പസംബന്ധമായ വിഷയങ്ങൾ അവർ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഇപ്പോൾ രാത്രിയൊക്കെ നടക്കുകയൊക്കെ ആണെങ്കിലും അങ്ങനെ ടോർച്ചും കൊണ്ടൊക്കെ നടക്കുക, വിഷഭയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനൊരു സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയം. മാത്രമല്ല ഈ മറ്റേതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. അപവാദങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. എന്നാലും പൊതുവെ നോക്കിയാൽ ഈ 1-2 ദോഷങ്ങളല്ലാതെ മറ്റു ദോഷങ്ങളൊന്നും തന്നെ ധനുരാശിക്ക് ഇല്ല. മറ്റൊന്ന് ഈ ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം അവിട്ടത്തിൽ അര, അതാണ് മകരക്കൂറ്, മകരം രാശി. മകരം രാശിക്ക് ശ്രദ്ധിക്കേണ്ട രാശി തന്നെയാണ്. കാരണം വ്യാഴം 4 പോലും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വാഹനാപകടം 1, അതേപോലെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ആയുധം കൊണ്ടോ വടി കൊണ്ടോ ഒക്കെ തലയ്ക്ക് മുറിവേൽക്കുക, ആഘാതങ്ങൾ, ഏതെങ്കിലും വല്ല ഭിത്തി ഇടിഞ്ഞു വീഴോ നമ്മുടെ തലയിലേക്ക് വീഴോ, അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ കാലം കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. സുബ്രഹ്മണ്യ സ്വാമിയെയും ശിവനെയൊക്കെ ഭജിക്കണം. അതേപോലെ തന്നെ ഈ രോഗങ്ങൾക്ക് ഒരു ആധിക്യമുണ്ട്. പ്രത്യേകിച്ചും ഈ പനി, വല്ലാതെ പനി വരിക, അതേപോലെ തന്നെ ശ്വാസം മുട്ടൽ വരിക, ഇതൊക്കെ ഈ സമയത്ത് സംഭവിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ കണ്ണിന് എന്തെങ്കിലും അസുഖം വരിക, അത് വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും കൊണ്ട് കണ്ണ് കീറുക, അങ്ങനെ കണ്ണിന് എന്തെങ്കിലും പരിക്ക് പറ്റുക, അതുകൊണ്ട് അങ്ങനെയുള്ള ആരോഗ്യ വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഈ ഇപ്പോൾ നമ്മൾ പറയില്ലേ, വിവാഹം നടക്കാത്ത ആൾക്കാർക്ക് വിവാഹം നടക്കുന്നൊരു സമയം കൂടിയാണ്. ഈ ഒരു മകരക്കൂറിൽ ഉള്ള ഒരു വിവാഹങ്ങളൊക്കെ കുറച്ചും കൂടി ഈ സമയത്ത് ഉത്സാഹിച്ചാൽ ആ വിവാഹ കാര്യത്തിനൊരു തീരുമാനം ആവുന്ന അനുകൂലമായൊരു സമയം കൂടിയാണ്. വേറൊരു കാര്യം, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഉത്സാഹമായിട്ട് ശ്രമിച്ചാൽ അതിൽ പ്രമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. കാരണം ഉച്ചാരോഹിയായിട്ടാണ് ശുക്രൻ മുകളിലേക്ക് ഉച്ചസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർമ്മവതി തുലാം രാശിയാണ് കർമ്മരാശി. ആ കർമ്മവതിയായ ശുക്രൻ മുകളിലേക്ക് പോകണമുണ്ട്, ഉച്ചരാശിയിലേക്ക് പോകുന്നുണ്ട്. പ്രമോഷൻ, ജോലി സംബന്ധമായ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ, അങ്ങനെയുള്ള നല്ല ഫലങ്ങൾ, ഏതെങ്കിലും അരിയേഴ്സ് കിട്ടാതെ ഉണ്ടെങ്കിൽ അത് കിട്ടുക, അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ മകരം രാശിക്കാർക്ക് ഉണ്ടാവും. പിന്നെ അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിലര, ചതയം, പൂരുട്ടാതി മുക്കാല്. എനിക്ക് തോന്നുന്നു കുറച്ച് ഈ അതായത് ജന്മശനി എന്നുള്ള ദോഷം അനുഭവിക്കുന്നവർ അത് വളരെ ശ്രദ്ധിക്കണം. കാരണം 12 ഇപ്പോൾ ചൊവ്വ ചാരവശാൽ മകരത്തിലെത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ചൊവ്വ കുംഭത്തിലേക്ക് കയറും. അപ്പോൾ 12 ഈ ജന്മത്തിലും ചൊവ്വ വരുന്നത് വളരെ ദോഷമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ വളരെ ശ്രദ്ധിക്കണം. ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ, അതുപോലെ ഈ കരൾ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ, എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നവർ ഈ കാലത്ത് വളരെ ശ്രദ്ധിക്കണം. യാതൊരു അസുഖവും ഇല്ലാത്തവർ അവനവൻ്റെ ആരോഗ്യം കൃത്യമായിട്ടും സൂക്ഷിച്ച് നോക്കണം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ, അവനവൻ്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ഫുൾ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ എടുക്കേണ്ട സമയമാണ്. ഒന്ന് മാത്രമല്ല, അത് ആരോഗ്യപരമായ വിഷയം
മറ്റൊന്ന് സാമ്പത്തികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ട് നന്നായിട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഈ 3 വ്യാഴം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും സാമ്പത്തികമായിട്ട്. ഒരിടത്തുനിന്നും പൈസ കിട്ടില്ല, വല്ലാണ്ട് അലച്ചിലായിരിക്കും, ഒരു കാര്യത്തിനും പൈസ കിട്ടില്ല. നമ്മൾ കടം മേടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു സമയമാണ്. അതുകൊണ്ട് കുംഭം രാശിക്കാർ സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ലക്ഷ്മി ദേവിയെ അവർ ഭജിക്കണം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ, മഹാവിഷ്ണുവിനെ ഒക്കെ ഭജിച്ച് ഈ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടാക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു സംശയം വേണ്ട. ഈ രാശിക്കാർ വരുന്ന 2 മാസം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. കുറച്ച് കാലക്കേടുണ്ട്. പറ്റുമെങ്കിൽ ഒരു നവഗ്രഹ പൂജ ചെയ്യുക. ഈ അവിട്ടത്തിലര, ചതയം, പൊരുട്ടാതി, മുക്കാല എന്നുള്ള കുംഭക്കൂറുകാർ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. പക്ഷെ അത് കഴിഞ്ഞ് പേടിക്കേണ്ട, കുറച്ച് കഴിഞ്ഞാൽ സമയം മാറും കേട്ടോ. അങ്ങനെ സമയം മാറില്ല എന്നുള്ളതല്ല. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ഈ നക്ഷത്രക്കാർക്കും ദോഷഫലമുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് മാത്രമല്ല എന്ന് നമ്മൾ ആലോചിച്ചോളൂ. അയ്യോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെ വിചാരിക്കണ്ട. ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ, ആരൊക്കെ ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെ ഇതൊരു ഫലം ഉണ്ട്. അങ്ങനെയാണ് പ്രകൃതിയുടെ ഒരു നിയമം. അത് നമ്മൾ ജ്യോതിഷത്തിലൂടെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭയപ്പെടുകയോ വിഷമിക്കുകയോ വേണ്ട. ഈ സമയം മാറി നല്ലത് വരും. പക്ഷേ ഈ ഒരു സമയം ഇപ്പോൾ നമ്മൾ പറയില്ല, ഫ്ലൈറ്റിലൊരു ടർബുലൻസ് സമയമാകുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ഭംഗിയായിട്ട് വളരെ ജാഗ്രതയോടെ ഇരിക്കും. അതുപോലെ തന്നെ ഇതൊരു ടർബുലൻസ് പീരീഡാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത്. നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കാനോ നിങ്ങളെ ഭയപ്പെടുത്താനോ നിങ്ങളുടെ ഉറക്കം കളയാനോ ഒന്നുമല്ല. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ജ്യോതിഷം എപ്പോഴും പോസിറ്റീവാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇതൊക്കെ പറയണത്. അപ്പോൾ കുംഭക്കൂറുകാർ കുറച്ച് ജാഗ്രത വേണം. അടുത്തത് ഈ പുരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി 12ാമത്തെ രാശി, അവരും കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ജന്മത്തിൽ രാഹുവാണ്. ഈ രാഹുവിൻ്റെ ഏറ്റവും വലിയ ഉപദ്രവം എന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻറ്റ് പെയിനുകളാണ്. മുട്ടുവേദന, കൈവേദന, കാലുവേദന, സ്പോണ്ടിലോസിസ്, കഴുത്തിൻ്റെ വേദന, ഇങ്ങനെയുള്ള പലതരം രോഗങ്ങളും ഈ സമയത്ത് രാഹു വരുത്തി വയ്ക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആരോഗ്യപരമായ അങ്ങനെയുള്ള രോഗങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കുകയും വേണം, രാഹുവിന് പരിഹാരം ചെയ്യുകയും വേണം. ഒന്ന്. രണ്ടാമത്തേത് മാനസികമായ അസ്വസ്ഥത വളരെയധികം അനുഭവിക്കുന്നൊരു കാലം. അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ ഒരു മനോധൈര്യത്തോടു കൂടി നമ്മൾ ജീവിക്കേണ്ട സമയം, വല്ലാതെ നിരാശ ബാധിക്കുന്നൊരു സമയം അതും കൂടിയാണ് ഈ സമയം. കാരണം 12-ൽ ശനിയുണ്ട്. നമ്മൾ അസാധാരണമായി ചിലപ്പോൾ നമ്മൾ പ്രവർത്തിച്ചു എന്ന് വരും. അപ്പം ദേഷ്യമൊക്കെ വരികയാണെങ്കിൽ ആ ദേഷ്യം അങ്ങോട്ട് വല്ലാണ്ട് കൂടി സങ്കടത്തിലേക്ക് പോവുക, എന്നിട്ട് കരയുക. അല്ലെങ്കിൽ സങ്കടം വന്നാൽ അത് പിന്നീട് ദേഷ്യമായിട്ട് പൊട്ടി തെറിക്കുക, എന്തെങ്കിലും സാധനങ്ങൾ എറിഞ്ഞുടക്കുക, അങ്ങനെ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു മാനസിക അവസ്ഥയിലേക്ക് പോകുന്ന സമയമാണ് ഈ മീനം രാശിക്കാർ. പ്രത്യേകിച്ച് ഈ ലഗ്നത്തിൽ രാഹു, അതായത് ആ കൂറിൽ രാഹു 12-ൽ ശനിയും നിൽക്കുന്നതുകൊണ്ട് 2-ൽ വ്യാഴം കുറച്ചൊരു സമാധാനമാണ്. സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും ഈ കലഹകാരകനായിട്ടുള്ള ചൊവ്വയൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്. ഈ ഏതാണ്ട് ശുക്രൻ ഒരു പവോദ്യസ്ഥിതി പോലെ വരുന്നതുകൊണ്ട് ഭാര്യയുമായിട്ട് കലഹം ഉണ്ടാവുക, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് കലഹം ഉണ്ടാവുക, അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അപകടങ്ങളോ സംഭവിക്കുക, ഇതെല്ലാം ഈ മീനം രാശിക്കാർക്ക് സംഭവിക്കാവുന്നതാണ് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ. അതുകൊണ്ട് അതിന് വേണ്ടതായ പരിഹാരങ്ങൾ അതിനൊക്കെ നമ്മൾ ചെയ്യണം. ഏതെങ്കിലും ഒരു പ്രത്യേക പരിഹാരങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് പൊതുവെ ഈ ഗ്രഹങ്ങളെ ദോഷം കാണിക്കുമ്പോൾ ചെയ്യുന്ന ഒരു സാമാന്യമായ ചില പരിഹാരങ്ങളാണ് ശിവന് ധാര, ശിവക്ഷേത്രത്തിലെ ദർശനം, അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് പുഷ്പാഞ്ജലി, പുരുഷസൂക്തം, അതേപോലുള്ള മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി, ഭഗവാന് പാൽപ്പായസം നേദിക്കുക, ഭദ്രകാളി ക്ഷേത്രത്തിലെ കടുംപായസം നേദിക്കുക. അങ്ങനെയുള്ള ചില സാമാന്യമായ വഴിപാടുകളിലൂടെ ഈശ്വരഭജനത്തോടു കൂടി നമ്മൾ ഈ കഷ്ടകാലത്തെ നമ്മൾ തരണം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും എല്ലാ ദോഷപരിഹാരത്തിനും ഇങ്ങനെയുള്ള ചാരവശാൽ ഉള്ള ദോഷങ്ങളുടെ പരിഹാരത്തിനും വളരെ നല്ലതാണ് ഈ നവഗ്രഹ സ്തോത്രം ജപിക്കുന്നത്. 9 ഗ്രഹങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ നവഗ്രഹ സ്തോത്രം എല്ലായിടത്തും ലഭിക്കും. ആ നവഗ്രഹ സ്തോത്രം ജപിക്കുന്നതും ഈ ദോഷ പരിഹാരത്തിന് വളരെ വിശേഷമാണ്. ഈശ്വരീയമായ ഉപാസന കൊണ്ടും
സത്സംഗം കൊണ്ടും ഗുരുനാഥന്മാരുടെ എല്ലാം ഉപദേശം കൊണ്ടും ഈശ്വരഭക്തി കൊണ്ടും എല്ലാം ഈ കഷ്ടകാലങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. നമസ്കാരം.